ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ വൈറ്റനിങ്ങിനും ലൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനും സഹായിക്കുന്ന ഒരു അടിപൊളി നൈറ്റ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. പറ്റുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ല നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ക്രീമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ക്രീം തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബദാമാണ് കേട്ടോ. ഒരു 8-10 ബദാം നിങ്ങൾ വെള്ളത്തിൽ കുതിർത്തി വെക്കുക. അതിനുശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 10 ബദാമോളം മതി. അപ്പോൾ ബദാമൊന്നും അധിക പേരുടെ വീട്ടിലുണ്ടാവില്ല. ഉള്ളവർ ചെയ്ത് നോക്കുക കേട്ടോ. ബദാം ക്രീമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ബദാമിലേക്ക് നമുക്ക് ഈ ഇത് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് നല്ല പേസ്റ്റ് പോലെ അരിച്ചെടുത്ത് കൊണ്ടുവരണം. നല്ല പേസ്റ്റ് പോലെ തന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് നമ്മുടെ ബദാം ഞാൻ നന്നായി നല്ല പേസ്റ്റ് പോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ അതിൽ കിട്ടുന്ന ആ ഒരു ബദാമിൻ്റെ ആ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അത് നമുക്കൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യുക. അതിൻ്റെ നീര് മാറ്റി വെച്ച് പിന്നെ അതിൻ്റെ ആ ഒരു ബദാം നമുക്ക് മുഖത്തേക്ക് ഒരു 2 മിനിറ്റ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. വെറുതെ അത് കളഞ്ഞാളിയണ്ട. അങ്ങനെ മുഖത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ആഡ് ചെയ്യേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. അത് 1-2 നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഒറ്റ ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അലോവേര ജെല്ലാണ്. ഇപ്പോൾ 1 ടേബിൾ സ്പൂണോളം അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തന്നെ ഗ്ലിസറിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അലോവേര ജെൽ വീട്ടിലുള്ള അലോവേര ജെൽ യൂസ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറേ കാലം അത് കേടാവാണ്ട് നിൽക്കില്ല. അത് പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെൽ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ആവണം. ഈ അലോവേര ജെൽ നമ്മുടെ ബദത്തിൽ മിക്സായി കിട്ടാൻ കുറച്ച് പണിയുണ്ടാവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കിട്ടും. ഈ ഒരു 3 സാധനവും കൂടിയിട്ട് നന്നായിട്ട് മിക്സായി വരണം. അതായത് നമ്മുടെ ഗ്ലിസറിനും അലോവേരയും കൂടി പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും എല്ലാം കൂടി നന്നായി മിക്സായി കിട്ടുമ്പം തന്നെ ഒരു കുറച്ച് കട്ടിയുള്ള ഒരു ക്രീമായിട്ട് അത് മാറും കേട്ടോ. ആ ഒരു രൂപം ആകുന്നത് വരെ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അലോവേര ജെല്ലിൻ്റെ അളവ് കൂട്ടിയെടുക്കുന്നതിനനുസരിച്ചിട്ട് ഈ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി, അതായത് അതിൻ്റെ ആ ഒരു തിക്നെസ്സും കൂടും. അപ്പോൾ ഇങ്ങനെ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടിയാൽ നന്നായിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ സൂക്ഷിക്കുക. ഒരു 15 ദിവസം എല്ലാം പുറത്ത് തന്നെ ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ നമ്മളെപ്പോൾ നമ്മുടെ ഫേസിലേക്ക് സാധാരണ നമ്മുടെ ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്ത് കിടന്നാൽ മാത്രം മതി. ഇതൊരു ബദാം നൈറ്റ് ക്രീമാണ്. ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ്. നമ്മളെ മുഖം നല്ല ബ്രൈറ്റൺ ലൈറ്റൺ ആവാനെല്ലാം ചുളിവുകൾ മാറാനെല്ലാം സഹായിക്കുന്ന ഒരു അടിപൊളി ക്രീമാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുപോലെയുള്ള അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.